മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 21 മുതലുള്ള തിരുവചന ഭാഗങ്ങളില് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത്, ഈശോ സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ പഠനം കേട്ട് മറ്റുള്ളവരെല്ലാം വിസ്മയഭരിതരാവുകയാണ്. അധികാരമുള്ളവനെ പോലെ അവൻ പഠിപ്പിച്ചത്. അപ്പൊ അവന്റെ പഠനം കേൾക്കുമ്പോൾ ആ കൂട്ടത്തിൽ പിശാചുബാധിതനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ പിശാചുബാധിതനായ മനുഷ്യൻ അലറുകയാണ്, നീ എന്തിനു ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ ശ്രമിക്കുന്നത്? നീ ആരെന്ന് ഞങ്ങൾക്കറിയാം, നീ ദൈവത്തിന്റെ പുത്രനാണ് എന്ന്. ഉടനെ തന്നെ കർത്താവ് അവയെ ശാസിച്ച് അവനിൽ നിന്ന് പുറത്താക്കുകയാണ്. ഈശോ മിശിഹ പിശാചുബാധിതനായ ആ മനുഷ്യനിൽ നിന്ന് പിശാചിനെ പുറത്താക്കുക എപ്പോഴാ? വചനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവനിലുള്ള പിശാച് ഇളകുക. പിശാച് ഇളകിയിട്ട് കർത്താവിനോട് ചോദിക്കുക, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ അറിയാതെ തന്നെ നമ്മളിൽ തിന്മയുണ്ട്. ഈ മനുഷ്യൻ ഈശോ പ്രബോധനം കൊടുത്തപ്പോൾ അത് ശ്രവിക്കുന്നതിന് വേണ്ടി വന്ന മനുഷ്യനാണ്. പക്ഷെ അവന്റെ ഉള്ളില് പിശാച് ഇളകുക. പ്രബോധനം കേട്ടപ്പോ, വചനം കേട്ടപ്പോ അവന്റെ ഉള്ളില് പിശാച് ഇളകുക. ഈ മനുഷ്യൻ അറിയുന്നില്ല ഇവന്റെ ഉള്ളില് പിശാചുണ്ട് എന്ന്. പിശാച് ഒരിക്കലും ഇവനെ കർത്താവിന്റെ അടുത്തേക്ക് കൊണ്ടുവരില്ല. പക്ഷെ അവൻ അറിയാതെ കർത്താവിന്റെ അരികിലേക്ക് വരിക. നമ്മൾ അറിയാതെ തന്നെ നമ്മളില് തിന്മയുടെ സ്വാധീനം പ്രവർത്തിക്കും. നമ്മൾ കാണുന്നുണ്ട്, തിരുവചനം പഠിപ്പിക്കുന്നില്ലേ, ഈ ലോകം മുഴുവനും പിശാചിന്റെ ശക്തി വലയത്തിന് കീഴിൽ ആരെ വിഴുങ്ങണമെന്ന് അവൻ അന്വേഷിച്ച് കറങ്ങി നടക്കുകയാണെന്ന്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ അറിയാതെ തന്നെ പിശാച് നമ്മുടെ ഉള്ളിലേക്ക് കയറും. നമ്മുടെ പ്രവൃത്തികളിലേക്ക് പിശാച് കയറും. നമ്മുടെ കുടുംബത്തിൽ പിശാച് കയറും. നമ്മുടെ അധ്വാനങ്ങളിൽ പിശാച് കയറും. നമ്മുടെ പഠനങ്ങളിൽ പിശാച് കയറും. കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ പിശാച് തകർത്ത് കളയും. നമ്മുടെ കുടുംബത്തെ പിശാച് തകർക്കും. നമ്മുടെ അധ്വാനങ്ങളെ പിശാച് തകർക്കും. നമ്മുടെ ജീവിതത്തെ പിശാച് തകർത്ത് കളയും. കാരണം അവൻ നമ്മളറിയാതെ നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കും. നമ്മൾ അറിയില്ല. നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും സംഭവിക്കുന്നതിന്റെ കാരണം എന്താ? പല പരാജയങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന്റെ കാരണം എന്നാ? നമ്മൾ അറിയാതെ തന്നെ നമ്മളിൽ പിശാച് കയറുന്നുണ്ട്. നമ്മൾ പ്രാർത്ഥന വിട്ട് കഴിയുമ്പോൾ, വിശുദ്ധി നശിപ്പിച്ചു കഴിയുമ്പോൾ, വിശ്വാസം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ, വചനവായന നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ, ബലിയർപ്പണം നഷ്ടപ്പെടുമ്പോൾ, ജപമാല പ്രാർത്ഥന നഷ്ടപ്പെടുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് പിശാച് കയറും. അത് നമ്മൾ വ്യക്തമായിട്ട് ഓർത്തിരുന്നോണം. എപ്പോ പ്രാർത്ഥന വിടുന്നോ, എപ്പോ വിശുദ്ധി നമ്മിൽ നിന്ന് വിട്ടുപോകുന്നോ, എപ്പോ നമ്മൾ ദൈവ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്നോ, അപ്പൊ പിശാച് നമ്മുടെ ജീവിതത്തിലേക്ക് കയറും. നമ്മൾ അറിയില്ലത്. നമ്മൾ ഓർക്കും, വലിയ കുഴപ്പമൊന്നുമില്ല, ഞാൻ അത്യാവശ്യമൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, അത്യാവശ്യമൊക്കെ ബലി അർപ്പിക്കുന്നുണ്ടല്ലോ, ഇതൊക്കെ മതി എന്ന് കരുതി നമ്മൾ നടക്കും. പക്ഷെ ഓർത്തോരണം, നമ്മൾ അറിയാതെ പിശാച് നമ്മുടെ ഉള്ളിൽ കയറും. കർത്താവിന്റെ അരിയിലേക്ക് വന്ന ഈ പിശാച് ബാധിതനില് പിശാച് കയറി അവൻ അറിഞ്ഞില്ല. പക്ഷെ വചനം ശ്രവിക്കാൻ തുടങ്ങുമ്പോ പിശാച് ചാടി എഴുന്നേൽക്കുക. എന്തിനാ ഞങ്ങളെ പുറത്താക്കുന്നത്? കർത്താവ് പിശാചിനെ പുറത്താകാൻ പറഞ്ഞോ? ഇതിലുള്ള പിശാചെ നീ പുറത്താകാനായിട്ട് കർത്താവ് പറഞ്ഞു? ഇല്ലല്ലോ. പക്ഷെ പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ, വചനം ശ്രമിക്കുന്ന നിമിഷങ്ങളിൽ ആ പിശാച് അവനിൽ നിന്ന് ഉണർന്നെഴുന്നേറ്റുക. കർത്താവ് അവനെ ശാസിച്ച് പുറത്താക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ അറിയാതെ തന്നെ നമ്മളെ നശിപ്പിക്കാം, നമ്മുടെ കുടുംബത്തെ നശിപ്പിക്കാം, നമ്മുടെ അധ്വാനങ്ങളെ നശിപ്പിക്കാം, നമ്മുടെ പഠനങ്ങളിൽ പരാജയം നൽകാനായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് കയറുന്ന പിശാച് നമ്മളിൽ നിന്ന് പുറത്താകണമെങ്കിൽ നമ്മൾ വചനം ശ്രവിക്കണം, വചനം വായിക്കണം, നമ്മൾ ബലിയർപ്പിക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം, വിശുദ്ധി കാത്തു സൂക്ഷിക്കണം. ഇങ്ങനെ നമ്മൾ ജീവിച്ചു കഴിയുമ്പോൾ ആ പിശാച് നമ്മളിൽ നിന്ന് പുറത്താവും. ഇല്ലെങ്കിൽ ആ പിശാച് നമ്മുടെ ജീവിതത്തെ നശിപ്പിച്ചു കളയും. ഓർത്തോളണം, നമ്മളിൽ നിന്ന് വിശുദ്ധി നഷ്ടപ്പെടുമ്പോ, പ്രാർത്ഥന നഷ്ടപ്പെടുമ്പോ, വിശ്വാസം നഷ്ടപ്പെടുമ്പോ, ബലിയർപ്പണം നഷ്ടപ്പെടുമ്പോ, ജപമാല പ്രാർത്ഥന നഷ്ടപ്പെടുമ്പോ, വചനവായന നഷ്ടപ്പെടുമ്പോൾ പിശാച് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് കയറും. ആ പിശാച് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ അധ്വാനങ്ങളെ, നമ്മുടെ പഠനങ്ങളെ തകർക്കും. അത് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ വിശുദ്ധി കെട്ടുപോകുന്നവരായിട്ട് ജീവിക്കരുത്. വിശുദ്ധിയിൽ ജീവിക്കണം.
അനുദിനം ബലിയർപ്പണങ്ങൾ ഉണ്ടാകണം, വചനം വായിക്കണം, ജപമാല പ്രാർത്ഥിക്കണം, വിശ്വാസം നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. ഇങ്ങനെ നമുക്ക് ജീവിക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. കരങ്ങളെ യാചനയോടെ പിടിച്ച് കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊടുത്ത് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, ഇവരുടെ നൊമ്പരങ്ങളിലേക്ക്, ജീവിതത്തിന്റെ കുറവുകളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇവരെ ഓരോരുത്തരെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിതത്തിന്റെ വഴികളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിന്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുടെ പ്രവർത്തനങ്ങൾ, പൈശാചിക ശക്തിയിലെ ഉപദ്രവങ്ങൾ നിർവീര്യമായി തീരട്ടെ എന്ന് കൽപ്പിക്കുന്നു. അന്ധകാര ശക്തികൾ വിട്ടുപോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. ദുഷ്ടാത്മശക്തി ഇവരിൽ നിന്ന് ഇപ്പോൾ നിർവീര്യമാകട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഈ ദിവ്യകാരുണ്യത്താൽ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ, ഈ ദിവ്യകാരുണ്യത്താൽ ആശീർവദിക്കുമ്പോൾ ഇവരിലോ, ഇവരുടെ കുടുംബങ്ങളിലോ, ഇവരുടെ പ്രിയപ്പെട്ടവരിലോ ഇവരറിയാതെ പിശാച് കയറിയിട്ടുണ്ടെങ്കിൽ ആ പിശാചിനെ, ദുഷ്ടശക്തിയെ ദിവ്യകാരുണ്യത്താൽ ബന്ധിച്ച് നിർവീര്യമാക്കി നരകാഗ്നിയിലേക്ക് അട്ടിപ്പായിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.